വൺസ് അഗൈൻ ടു ലിറ്റിൽ ലോഗ് എന്ന ലൈഫ് കോച്ച് വിത്ത് ലവ്. ഞാനിപ്പോൾ സ്കൂളിൽ നിന്നാണ് വരുന്നത്. സ്കൂളിൽ എന്നും ഓരോരോ വിഷയങ്ങളാണ് അല്ലേ. എ ടീച്ചർ ഷുഡ് ബി വൺസ് ഗൈഡ്, ഫിലോസഫർ, ഫ്രണ്ട് എന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ടീച്ചറിൻ്റെ സ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാം മാറി മറിഞ്ഞൊരു സാഹചര്യത്തിൽ ടീച്ചറിനും വേണ്ടത്ര രീതിയിലുള്ള റെസ്പെക്റ്റ് ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഓരോ ദിവസവും കുട്ടികളെ ടാക്കിൾ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ട് വരുന്നു, എസ്പെഷ്യലി ആഫ്റ്റർ കൊറോണ. അപ്പോൾ എല്ലാവരുടെയും മൈൻഡൊക്കെ മാറി തുടങ്ങുകയാണ്. അത് കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ടീച്ചർ അങ്ങനെ ആവണം എന്നുണ്ടെങ്കിൽ ആദ്യം ടീച്ചറിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് കുട്ടികളുടെ ഒരു ധർമ്മം എന്ന് പറയുന്നത്. ഇത് അങ്ങനെ ഒരു പ്രക്രിയ ഇപ്പോൾ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ വിരളമാണ്. ആൻഡ് അഗെയിൻ മെനി ടീച്ചേഴ്സ് ആർ റിഗ്രറ്റിംഗ് ആഫ്റ്റർ സം ഡേയ്സ് ഓർ സം ഇയേഴ്സ് ദാറ്റ് അല്ലേ, ഞാൻ ആ കുട്ടീനെ ഇത്ര സ്നേഹിച്ചതാണല്ലോ, അവന് അല്ലെങ്കിൽ അവൾക്ക് അതിന് തിരിച്ചൊരു റെക്കഗ്നിഷൻ ഒന്നും വേണ്ട, ഇടയ്ക്കൊരു വിളി അല്ലെങ്കിൽ ഇടയ്ക്കൊരു ചിരി, അതൊന്നും ഇല്ലല്ലോ എന്നോർത്ത് അവർ പ്രയാസപ്പെടാറുമുണ്ട്. ഈയിടെ ഞാൻ അടുത്ത് പരിചയപ്പെട്ട ഒരു അങ്കിള് പറയുന്നുണ്ടായിരുന്നു. അങ്കിളിൻ്റെ ഭാര്യ ടീച്ചറായിരുന്നു. മരിക്കാൻ നേരത്ത് അവർക്ക് അതായിരുന്നു ഏറ്റവും വിഷമം, ദ ചിൽഡ്രൻ ആർ നോട്ട് ഗിവിങ് ഹർ ഡ്യൂ റെസ്പെക്റ്റ് എന്നുള്ളത്. അപ്പോൾ ടീച്ചർമാരെന്ന് പറയുന്നത് ആരുമായിക്കോട്ടെ, അവരുടെ ജീവിതത്തിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ജീവിതത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ ഗുരുത്വം എന്ന് പണ്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. ആ ഗുരുത്വത്തിന് വലിയൊരു സ്ഥാനമുണ്ട്. അപ്പോൾ ഗുരുത്വം ഇല്ലായ്മ, മനസ്സൊന്ന് വേദനിച്ചാൽ തന്നെ അത് ഒരു മുടക്ക് എവിടെയെങ്കിലും വരും എന്നുള്ളത് തീർച്ചയാണ് അല്ലേ. അവിടെയാണ് എനർജി കൺസർവേഷൻ എന്ന് പറയുന്നത്. ആ എനർജി തിരിച്ചു വരും. വാട്ട് യു ആർ ഡൂയിങ്, ഇഫ് യു ആർ ഡൂയിങ് ഗുഡ് മീൻസ് ഇറ്റ് വിൽ കം ബാക്ക് ആസ് ഗുഡ്, ഇഫ് യു ആർ ഡൂയിങ് ബാഡ് ഇറ്റ് വിൽ കം ബാക്ക് ആസ് ബാഡ്. കർമ്മഫലം എന്നൊക്കെ നമ്മൾ പറയും. ഒരു പരിധിവരെ വളരെയധികം ശരിയാണ് കേട്ടോ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാം. പിന്നെ സ്വർഗത്തെയും നരകത്തെയും പറ്റി സംസാരിക്കുമ്പോൾ മെനി ആർ ബോതേർഡ് വാട്ട് വിൽ ഹാപ്പൻ ആഫ്റ്റർ ഡെത്ത്. ഒന്നും സംഭവിക്കാനില്ല, നമ്മുടെ എനർജി ഇവിടെ നിൽക്കും. എഗെയിൻ കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നതനുസരിച്ച് എനർജി ക്യാൻ നീദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ആൻസിസ്റ്റേഴ്സിനെ എപ്പോഴും പ്ലീസ് ചെയ്യാൻ, അവരെ ഓർക്കണം എന്ന് പറയുന്നത്. ആ എനർജി നമ്മുടെ തലയ്ക്ക് ചുറ്റും ഉണ്ട്. അപ്പോൾ എന്താണ് പറഞ്ഞുകൊണ്ട് വന്നത് എന്താണ്, ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ലൈഫ് ആഫ്റ്റർ ഡെത്തിനെ കുറിച്ചുള്ള ഒരു ആശങ്കയിലാണ് എല്ലാവരും. ശരിക്കും സ്വർഗവും നരകവും എവിടെ തന്നെയാണ്, നമ്മുടെ മനസ്സിൽ തന്നെയാണ്. നമ്മൾ ഒന്ന് ചെയ്യുമ്പോൾ നമ്മുടെ മനസാക്ഷി, കോൺഷ്യൻസ് എന്ന് പറയുന്നത്, നമ്മൾ തെറ്റ് ചെയ്താൽ അത് പ്രിക്ക് ചെയ്യും അല്ലെ, മനസാക്ഷി കുത്തുണ്ടാകും. അപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് ഒരു നരകതുല്യമായൊരു ഫീലിംഗ് ആണ്. അതർവൈസ് വെൻ വി ആർ ഡൂയിങ് ഗുഡ്, വെൻ വി ആർ കമ്പാഷനേറ്റ് ടു സമ്മൺ, വെൻ വി ആർ ഡൂയിങ് സം ഫേവർ ടു സമ്മൺ, നമ്മുടെ മനസ്സിലേക്കൊരു ആ ഹോർമോൺ തന്നെയാണെല്ലാം. ഇതെല്ലാം ഹോർമോണിൻ്റെ ഒരു തുള്ളിച്ചാട്ടമാണ്. സന്തോഷം വരുമ്പോൾ ഈ ഡോപ്പമൈനും സെറോട്ടൈനും ഒക്കെ തുള്ളിച്ചാടുമ്പോഴാണ് നമുക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നത്. അതർവൈസ് വി ഫീൽ ഡിപ്രസ്ഡ്, ഫ്രസ്ട്രേറ്റഡ്. അതെല്ലാം നമ്മുടെ മനസ്സിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ചിലപ്പോൾ അവർ ഫിനാൻഷ്യലി വളരെ എന്താ പറയുക, വലുപ്പത്തിൽ നിൽക്കുന്ന, വളരെ സൗണ്ടായിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ നമ്മൾ പുറത്ത് ചിന്തിക്കുമ്പോൾ തോന്നും അവരുടെ കർമ്മഫലം അങ്ങനെ ആവാൻ പാടില്ലല്ലോ, അവർക്ക് സുഖമല്ലേ എന്ന് ചിന്തിക്കും. അല്ല, അത് തികച്ചും അല്ല എന്നാണ്. ഇപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ചില ബില്യനേഴ്സൊക്കെ ആത്മഹത്യ ചെയ്ത കാര്യം. എന്തുകൊണ്ടാണ്? അവർക്ക് എന്തുണ്ട് എന്നുള്ളതല്ല ഒരു പേഴ്സണാലിറ്റിയെ തീരുമാനിക്കുന്നത്, ഒരു വ്യക്തിയെ തീരുമാനിക്കുന്നത്. വാട്ട് ഇറ്റ് ഡിസ്ക്രൈബ്സ് എ പേഴ്സൺ ഈസ് നോട്ട് വാട്ട് ഹി ഓർ ഷീ ഈസ് ഹാവിങ് എന്നുള്ളതല്ല, ഹൗ ഡു ദേ ഫീൽ. ഒരു മനുഷ്യൻ എങ്ങനെയാണ് മനസ്സുകൊണ്ട് ഈ ലോകത്തിനെ നോക്കിക്കാണുന്നത്, എന്താണ് അവൻ്റെ ഫീലിംഗ് എന്നുള്ളതാണ്. വെദർ ഹീ ഈസ് ഫീലിംഗ് ഹാപ്പി, ഹീ ഈസ് ഗുഡ്, or he can live. Whether he or she is feeling bad means he can't survive. അപ്പോൾ ഇവിടെ തന്നെയാണ് ദാറ്റ് എക്സ്പീരിയൻസ് ഓർ ദാറ്റ് ഫീലിംഗ് ഓഫ് ഗുഡ്നെസ് ആസ് വെൽ ആസ് ഈ പറയുന്ന ഫ്രസ്ട്രേഷൻ മീൻസ് ഇറ്റ് ഈസ് ഹെവൻ ആൻഡ് ഹെൽ. അതാണ് അതിൻ്റെ വാസ്തവം. അപ്പം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അല്ലെ ക്ഷേത്രം എന്ന് പറയും നമ്മുടെ ബോഡിയെ. അപ്പം ക്ഷേത്രപാലകനായിട്ട് നിൽക്കുന്നത് നമ്മുടെ സ്വഭാവമാണ്. വാട്ട് വി ആർ ഡൂയിങ് വിൽ ഡിറ്റർമൈൻ അവർ ഫ്യൂച്ചർ. സോ ബിവെയർ ദാറ്റ് ഇറ്റ് ഈസ് ആൻ എനർജി ദെയർ. ഒരു ഹയർ കോൺഷ്യസ്നെസ്, ഒരു സുപ്രീം എനർജി ഉണ്ട് ഇതെല്ലാം നിരീക്ഷിക്കാൻ അല്ലേ. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ അത്ഭുതങ്ങളും നമ്മൾ കണ്ണ് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, ഇതെല്ലാം അത്ഭുതങ്ങളാണ് അല്ലേ. 7 വണ്ടേഴ്സ് ഇൻ ദ വേൾഡ് എന്ന് പറയും. അതൊന്നുമല്ല, ഒരു മനുഷ്യൻ, ഒരു കുഞ്ഞാണ് ഏറ്റവും വലിയൊരു
ഒരു മനുഷ്യൻ തന്നെയാണ് ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത്. ഇതെല്ലാം പ്രവർത്തിപ്പിക്കണമെങ്കിൽ സയൻസിൽ പറയുന്നത് ഒരു റിസൾട്ട് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഒരു കോസ് ഉണ്ടായിരിക്കണം, ഒരു കാരണം ഉണ്ടായിരിക്കണം. അപ്പോൾ ആ കാരണം എന്താണെന്നുള്ളതിനാണ് നമ്മൾ എല്ലാവരും പല പേരിൽ വിളിക്കുന്ന ദൈവം എന്നോ സുപ്രീം പവർ എന്നോ ഹയർ കോൺഷ്യസ്നെസ് എന്നോ ഒക്കെ പറയുന്നത്. അപ്പോൾ അതിവിടെ തന്നെ ഉണ്ടെന്നുള്ളത് സത്യമാണ്. അതുമായിട്ട് എപ്പോഴും നമ്മളതിൻ്റെ ഒരു പാർട്ട് ആണ് അല്ലേ. ഇപ്പോൾ ഒരു പഞ്ചസാരയുടെ ഏറ്റവും ചെറിയ കണിക എടുത്താൽ തന്നെ അതിന് മധുരമായിരിക്കും. അപ്പോൾ കോസ്മിക് സോളിൻ്റെ ഒരു പാർട്ടാണ് നമ്മൾ, പരമാത്മാവിൻ്റെ ഒരു പാർട്ടാണ് നമ്മുടെ ജീവാത്മാവെന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ എല്ലാ പൊട്ടൻഷ്യലും ഉണ്ട് അല്ലേ. നമുക്ക് പാടാൻ കഴിയും, ഡാൻസ് ചെയ്യാൻ കഴിയും. ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കും വെറുതെ. നമ്മളെല്ലാവരും അഡ്മയർ ചെയ്യും, ഓ ദറ്റ് പേഴ്സൺ ഈസ് പെർഫോമിങ് വെൽ. അത് എന്തുകൊണ്ടാണ് അയാൾ അത് പോളിഷ് ചെയ്തെടുത്തു എന്നുള്ളതേ ഉള്ളൂ വ്യത്യാസം. നമ്മളത് അറിയുന്നില്ല, നമ്മളത് അനുഭവിക്കുന്നില്ല. അതുകൊണ്ട് ട്രെയിൻ യുവർ മൈൻഡ് ടു സീ എവറിത്തിങ് ഇൻ യു. നിങ്ങളിൽ കാണാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ നോക്കി അയ്യോ അവർക്കത് കഴിയുന്നല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ അവിടെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് സീറോ ആയി പോകും. അപ്പോൾ നമ്മളിൽ എന്തുണ്ടോ എന്നുള്ളത് കണ്ടെത്തുക. അതാണ് എഗെയിൻ ദ ആൽക്കമിസ്റ്റിൽ ഭഗവത്ഗീതയെ പറയുന്ന അതേ കാര്യം. പൗലോ കൗലോ എന്ന് പറയുന്ന ബ്രസീലിയൻ റൈറ്റർ, ഞാൻ എൻ്റെ പുസ്തകം എഴുതാനുള്ള സാഹചര്യത്തിൽ ഏറ്റവും നിർണായകമായ ഒരു പങ്ക് വഹിച്ചാണ് ദ ആൽക്കമിസ്റ്റ്. അപ്പോൾ ഞാൻ എൻ്റെ ദ സ്മോൾ ഫിംഗർ ഓഫ് ഹിം എഴുതി ഒരു കോപ്പി പൗലോ കൗലോന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നും റിട്ടേൺ ഒന്നും വന്നില്ല. ബട്ട് ഇറ്റ് ഈസ് ദർ എവിഡൻറ്റ് ദാറ്റ് ഹി ഗോട്ട് മൈ ബുക്ക്. പിന്നീട് കുറേ കാലം അദ്ദേഹം മലയാളത്തിലെ ബുക്കിൻ്റെ സ്പെഷ്യലായിട്ട്. അപ്പോൾ ഇതൊക്കെ ഒരു വൈൽഡ് ഡ്രീമാണ്, ഒരു വൈൽഡ് ചിന്തയാണ്. ബട്ട് യെറ്റ് ഇറ്റ് ഈസ് ഗിവിങ് മീ ഹാപ്പിനെസ്. അപ്പോൾ അത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഞാനിവിടെ എല്ലാവരെയും വിളിച്ചിട്ട് പറയും, ലുക്ക് ഹി ഈസ് ഷെയറിങ് ഇറ്റ് ഫോർ മീ എന്ന്. അപ്പോൾ എന്തായാലും അങ്ങനെ അവനവൻ്റെ ഉള്ളിലുള്ള പൊട്ടൻഷ്യലിനെ, ആ ക്യാരക്ടറിനെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് ആരെയും കൂസാതെ, ആരെയും പേടിക്കാതെ. അങ്ങനെ പേടിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്ത് വേണം? ട്രൂത്ത് എന്ന് പറയുന്നൊരു സംഗതി വേണം അല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞ പോലെ സത്യം ശിവം സുന്ദരം, സത്യമാകുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ശിവം എന്ന് പറയുന്ന ആ ഇൻഫിനിറ്റ് ആയിട്ടുള്ള കൺസെപ്റ്റിലേക്ക് എത്താൻ പറ്റും. അതുവഴി നിങ്ങൾ ബ്യൂട്ടിഫുൾ ആകുകയും ചെയ്യും. സോ താങ്ക് യു സോ മച്ച്.